എല്ലാവർക്കും കുഞ്ചമ്മ കേസയ്ക്ക് സ്വാഗതം. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യമേ തന്നെ ക്ഷമ ചോദിക്കുകയാണ്. ഇന്നലെ മെനിങ്ങാന്നൊന്നും വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല. മെനിങ്ങാന്ന് വിഷുവിൻ്റെ അമ്പലത്തിൽ പോക്കും, ഇന്നലെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് 2 ദിവസം വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് കാലത്തെ ഉറക്കമില്ല, എണീച്ച് വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞ് ഒട്ടനെ ഞാൻ വിചാരിച്ച് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. കാരണം വാട്സപ്പിൽ ഇങ്ങനെ കുറേ പേര് ചോദിക്കുന്നുണ്ട്, ഞെറുക്കെടുത്തോ ഞെറുക്കെടുക്കുന്നില്ലേ എന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിന്ന് ഞെറുക്കെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആദ്യം വീഡിയോ കൃത്യമായിട്ട് വീഡിയോ കാണാതെയാണ് കുറേ പേര് കമൻ്റ് ഇട്ടത്. എന്താണ് ഞാൻ പറഞ്ഞതെന്നും പറയാൻ ഉദ്ദേശിക്കുന്നതെന്നും ഒന്നും മനസ്സിലാവാതെ കുറേ പേര് വന്ന് അതിൻ്റെ താഴെ പേര് സ്ഥലവും കമൻ്റ് ഇട്ടിട്ട് പോയി. അപ്പം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറഞ്ഞത് 2 പേർക്കെങ്കിലും അല്ലെങ്കിൽ 2 ഗ്രൂപ്പിലെങ്കിലും ഷെയർ ചെയ്യുക, അതിനുശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ട് വാട്സപ്പ് ചെയ്യുക, അതിനുശേഷം മാത്രം നിങ്ങളെ പേര് സ്ഥലവും കമൻറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞത് വീഡിയോ കണ്ടവർ മാത്രമേ കൃത്യമായിട്ട് അത് ചെയ്തിട്ടുള്ളൂ. വീഡിയോ കാണാത്തവരെല്ലാം ഒന്ന് താഴെ കമൻറ്റ് ഇട്ടിട്ട് പോയി. അപ്പം ഞാൻ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, എൻ്റെ വാട്സപ്പിൽ കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു. അതിന് ശേഷം ആദ്യമേ എന്ത് ചെയ്തെന്നറിയാമോ, ഇതുപോലെ ആദ്യമേ എല്ലാവരുടെയും പേരും ഫോൺ നമ്പരും വെച്ച് എഴുതിയെടുക്കാൻ വേണ്ടി ശ്രമിച്ച് ഒരു 10-20 പേരെ വരെ അങ്ങനെ എഴുതി നമ്പർ എഴുതിയിട്ട് പിന്നെ അവരുടെ അടുത്തെല്ലാം പേര് ചോദിച്ച് പേരൂടെ എഴുതി. പക്ഷേ പിന്നെ മെസ്സേജുകളെ എണ്ണം കൂടിയപ്പോഴത്തേക്ക് മെസ്സേജ് നോക്കാൻ കുറച്ച് ലേറ്റായി. കുറേ നേരം കഴിഞ്ഞ് നോക്കിയപ്പോൾ ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട്. 100 മെസ്സേജിന് പുറത്തൊക്കെ വന്നപ്പോൾ എല്ലാവരെയും പേരൂടെ എഴുതിയെടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ എഴുതിയതെന്ന് പറയുമ്പോൾ എല്ലാവരെയും ഫോൺ നമ്പർ മാത്രം ഇങ്ങനെ എഴുതി വെക്കുകയാണ് ചെയ്തത്. ഫോൺ നമ്പർ മാത്രമേ എഴുതിയിട്ടുള്ളൂ, പേര് എഴുതിയിട്ടില്ല. അപ്പോൾ ഇന്നലെ കാലത്ത് വരെ, വിഷുവിന് കാലത്ത് വരെ എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ 135 പേരാണ് കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. 135 പേര്. അപ്പോൾ 135 പേര് കറക്റ്റായിട്ട് ഷെയർ ചെയ്യുകയും അവരതിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തരികയും ചെയ്തു. അപ്പോൾ 135 പേരുടെ ഫോൺ നമ്പർ ഞാൻ ഇതിനകത്തേക്ക് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ വീഡിയോ ഇടാത്തതിൻ്റെ കാര്യം ഇതായിരുന്നു കേട്ടോ. ഇന്നലെ രാത്രി ഒക്കെ ആയിട്ട് ഈ ഫോൺ നമ്പറെല്ലാം ഇതിനകത്തേക്ക് നോക്കി എഴുതായിരുന്നു ജോലി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അത് എഴുതാൻ വലിയ സമയം വേണമെന്ന് ചിന്തിക്കും. സമയം വേണം, കാരണം അതിനിടയ്ക്ക് കുറേ പേര് സാധനം വാങ്ങാൻ മെസ്സേജ് അയക്കുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് മെസ്സേജ് എല്ലാം ഓപ്പൺ ആക്കി നോക്കിയാൽ മാത്രമേ ഇതിന് വേണ്ടി അയച്ചേക്കുന്നവരാണെന്ന് അറിയാൻ പറ്റൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ നമ്പർ മാത്രം ഇങ്ങനെ മെസ്സേജ് ഓപ്പൺ ആക്കാതെ എഴുതി പോകും. അപ്പോൾ കുറേ പേര് അതിൽ സാധനങ്ങൾക്ക് വേണ്ടി മെസ്സേജ് അയക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം ഓരോ മെസ്സേജ് ആയിട്ട് നോക്കി വന്നപ്പോഴത്തേക്കാണ് ഇത്രയും ലേറ്റ് ആയത്. ഞാൻ വിചാരിച്ച പോലെ അത്രയും പെട്ടെന്ന് കഴിയുന്ന സംഭവമല്ലാന്ന് എനിക്കും അപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ 135 പേരാണ് 135 പേരാണ് ഇന്നത്തെ ഞെറുക്കെടുപ്പിലുള്ളത്. 135 പേരാണ്. ഇത് കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്ത എല്ലാവരുടെയും നമ്പർ ഇതിലുണ്ട്. അപ്പോൾ 135 പേരാണ് ഇതിൽ ഞാൻ ഞെറുക്കിടാൻ വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം കുറേ പേരെ പേരെഴുതി, പിന്നെ എഴുതിയിട്ടില്ല. അപ്പോൾ നമുക്കിപ്പോൾ തന്നെ അത് ഞെറുക്കിടാം. ഞെറുക്കിട്ടിട്ട് ആരാണ് നമ്മളെ ഫ്രീ കിറ്റിന് അവകാശി എന്ന് നോക്കാം. അപ്പോൾ ഈ 135 പേരുടെ നമ്പർ ഞാനൊരു പേപ്പറിലോട്ട് എഴുതിയിട്ട് ഞെറുക്ക് ആമിയെ കൊണ്ട് എടുപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ പേപ്പറിലോട്ട് നമുക്ക് എഴുതാം. ഈ പേപ്പർ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇത് നമ്മൾ കൊറിയർ അയക്കുന്നതിൻ്റെ ബില്ലാണ് കേട്ടോ, ഇങ്ങനെ മാല പോലെ. കാരണം ഞാൻ ബുക്കിൽ നിന്നൊരു പേപ്പർ കീറിയിട്ട് അത് വെച്ച് ഇങ്ങനെ മടക്കി ഇടാന്നൊക്കെയാണ് വിചാരിച്ചത്. അപ്പോഴും നോക്കിയപ്പോഴത്തേക്കാണ് ഈ സാധനം കണ്ടത്, നമ്മളെ അയച്ചതിൻ്റെ ബില്ല്. ഇതാകുമ്പോഴത്തേക്കെന്ന് പറയുമ്പോൾ എളുപ്പമുണ്ട് കേട്ടോ. ബുക്കിലെ പേപ്പറാണെങ്കിൽ പിന്നും ഇങ്ങനെ കീറണ്ടേ. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ദിവസം സ്പീഡ് പോസ്റ്റ് അയക്കുന്നവരുടെ ബില്ലാണ്, ട്രാക്ക് ഐ ഡി ആണ്. അപ്പോൾ ഇതൊക്കെ സംഭവം അവരുടെ കയ്യിൽ സാധനങ്ങൾ കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ധൈര്യമായിട്ട് നമുക്ക് എടുക്കാം. കാരണം കിട്ടാത്ത ബില്ല് നമുക്ക് എടുത്ത് കീറാൻ പറ്റത്തില്ല. കീറി കഴിയുമ്പോഴത്തേക്കായിരിക്കും അവർക്ക് സാധനം കിട്ടിയില്ലെന്ന് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെ എത്തിയെന്ന് അങ്ങനെ ട്രാക്ക് ഐ ഡിയുടെ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ വീണ്ടും പോസ്റ്റ് ഓഫീസിൽ പോവേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ അയച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ഇതിൽ നിന്ന് പേപ്പർ കീറിയിട്ട് നമുക്ക് നമ്പർ എഴുതാം അല്ലേ. നമ്പർ എഴുതിയിട്ട് ഞെറുക്കിടാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ നമ്പറാണ് ഇടാൻ പോകുന്നത്. 1 2 3 എന്ന് 135 പേരുണ്ട്. അപ്പോൾ 135 വരെയുള്ള നമ്പറാണ് എഴുതി ഇടാമെന്ന് വിചാരിക്കുന്നത്. അല്ലാതെ ഇത്രയും ഫോൺ നമ്പർ എഴുതി എടുക്കാനാണെങ്കിൽ കുറേ സമയം എടുക്കും കേട്ടോ. മാത്രമല്ല ഫോൺ നമ്പർ നമ്മൾ എഴുതിയെടുത്താലും നമ്മൾ ഫോൺ നമ്പർ ഇതിൽ കൂടെ ഞെറുക്ക് വീണ ആളുടെ പേരായിരുന്നെങ്കിൽ നമുക്ക് പേര് വായിക്കാം.
ഫോൺ നമ്പർ നമ്മൾ ഇതിൽ കൂടെ പറയുമ്പോഴത്തേക്ക് ചിലർക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടായിരിക്കും, ചിലർക്കല്ല എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും. കാരണം എല്ലാവരും പേഴ്സണൽ യൂസ് ചെയ്യുന്ന നമ്പറാണ്. അത് നമ്മളിങ്ങനെ പബ്ലിക്കായിട്ട് പറയുന്നത് ശരിയായ കാര്യമല്ല. അപ്പോൾ എല്ലാവരും ഫോൺ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമ്പറുണ്ട്, ഓരോ ഫോൺ നമ്പറിനും ഓരോ നമ്പറുണ്ട്. അപ്പോൾ ആ നമ്പറിൽ നിന്ന് നമുക്ക് നമ്പറിൽ ഇവിടെയെല്ലാം നമ്പർ എഴുതി ഇറക്കിയിട്ടിട്ട് ആ നമ്പർ ഏതാണെന്ന് ഈ ബുക്കിൽ നോക്കിയിട്ട് നമ്മൾ നമ്പർ പറയാം. പിന്നെ ഫോണിൽ നോക്കുമ്പോഴത്തേക്ക് എന്താണ്, ഫോണിൽ ഈ നമ്പർ യൂസ് ചെയ്യുന്ന ആളുടെ പേര് എന്തായാലും അതിൽ കാണുമല്ലോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. അതിന് ശേഷം നമുക്ക് ആരാണെന്ന് അനൗൺസ് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം ഞാനിത് എഴുതട്ടെ. ഇത് 135 വരെയുള്ള നമ്പർ എഴുതട്ടെ. ഇപ്പോൾ നമുക്ക് ഒരു പേപ്പർ 2 ആക്കാം കേട്ടോ. ഒരു പേപ്പർ 2 ആക്കാം. അപ്പം അതിനായിട്ട് നമുക്ക് ചച്ചുവിൻ്റെ സഹായം ചോദിക്കാം. ചച്ചു ഡാ, ഇതൊന്ന് വന്ന് ചുരുട്ടിത്താടാ, ഇതൊന്ന് വന്ന് ചുരുട്ടിത്താടാ. ആമി വേണ്ട, ഒരു എന്തെങ്കിലും ഇങ്ങടാ ആമി ഇതിടാൻ. ഇങ്ങനെ ചുരുട്ടാ എടാ, ഇതൊന്ന് വന്ന് ചുരുട്ടടാ. നീ വീണ്ടും പോയടാ TV കാണാൻ. ഇങ്ങോട്ട് വാ. ഇതിങ്ങനെ ഒന്ന് 2 കീറത്താ, ഇങ്ങനെ മടക്കിയിട്ട്. ഇതിപ്പോൾ 4 ആയി, 5 കീർത്തന മാത്രം മതിയല്ലേ? ഓ അങ്ങനെയല്ല, ഒരു പീസ് 2 പീസാക്കിയിട്ട് ഇതിപ്പോൾ 6 ആയി. മതിയല്ലേ? 135. അതറിയോ? അതെയോ? എത്ര? 39. നീ ഇവിടെ എഴുത്, 100 തൊട്ട് എഴുതി. നീ 100 തൊട്ട് എഴുതി. എത്രയായി ഇപ്പോൾ? നീ 100 തൊട്ട് എഴുതിയാൽ 100 101 80 തൊട്ട് കേട്ടോ. 80 എഴുതാനേ കാണും. നീ 100 തൊട്ട് എഴുത്. അറിഞ്ഞൂടെ 100 തൊട്ട് എഴുതി? ഇല്ല, അറിഞ്ഞൂടാ. 100 ഞാൻ എഴുതിയേ. ഇതിലോട്ടിട്ട് ചുരുട്ടി വടക്കി ഇടണം ഇങ്ങനെ. നീ നോക്കിയപ്പോൾ ഞാൻ വെച്ചാൽ 100 എഴുതാൻ അറിഞ്ഞൂടെ?
നമ്മൾ ഇതാ എല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് എഴുതുന്ന കാണിക്കാൻ പറ്റാത്ത കാര്യം എന്ന് പറയുമ്പോൾ വീഡിയോ അത്രയും ലോങ് ആയി പോകും. അതുകൊണ്ടാണ്. അപ്പോൾ ഇവനാണ് എന്നെ സഹായിച്ചത്. അവന് എൻ്റെ പേരിലും ചാനലിൻ്റെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെയും പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുകയാണ്. ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഞറക്കെടുക്കാൻ വേണ്ടി നീ എടുക്കും, ആമി കൊണ്ടെടുക്കുക. ആമി എടുക്കുമെന്നും പറഞ്ഞ് ഇന്നലെ നടക്കട്ടെ. അവനെ കൊണ്ട് എടുപ്പിച്ച ഇവിടെ ഒരു അടി നടക്കും. അപ്പം നമുക്ക് ആമിയെ തന്നെ വിളിപ്പിക്കാം. ആമിയേ, ആമി ടൈമായി, കമോൺ. ഒന്നുമില്ലേ ഒന്നുമില്ലേ അമ്മച്ചി? അമ്മച്ചി ഇതിന്ന് ഒരെണ്ണം എടുത്ത് തന്നിട്ട് പോയിരുന്നു കാച്ചി, കഞ്ഞിയും കറിയും കാച്ചി. ഒരെണ്ണേ എടുക്കാവൂ. എല്ലാം മാരി ഇടാനോ ഇതുപോലെ പിടിക്കാനോ എടുക്കാനോ ഒന്നിനും പാടില്ല. അത് തറയിൽ പോകണം. അതിങ്ങനെ ഇട്ടേ, ഒന്നിനും പാടില്ല. ഇതിന്ന് നോക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം എടുക്കണം. ഇങ്ങനെ 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 നടന്ന് എല്ലാം എടുത്ത് തുറന്നു നോക്കരുത്. ഒറ്റ ഒരെണ്ണം എടുക്കുക, അമ്മയുടെ കയ്യിൽ തരിക, എന്നിട്ട് പോയിരുന്ന് കളിക്കുക. എടുക്കും കുഞ്ഞെ. എനിക്കറിയായിരുന്നു ഇങ്ങനെ എന്നെ കാണിക്കുള്ളൂ. എടാ ഏതെങ്കിലും ഒരെണ്ണം എടുക്കടേ. എന്റെ കയ്യിലെടുത്ത് വെച്ച് തരണം ഏതെങ്കിലും ഒരെണ്ണം. മതി മതി, അത് മതി, ഈ സമയമില്ല. കുട്ടി ഒരെണ്ണം പെൺകുട്ടി എടുത്തിട്ടുണ്ട്. അപ്പം ആൺകുട്ടി എടുത്താലും പെൺകുട്ടി എടുത്താലും ആർക്കാണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. ഇതെല്ലാം അത് എടുക്കണ്ടല്ലോ. ഇനി നമുക്ക് എന്തെങ്കിലും ഞറക്കിടുമെങ്കിൽ ഇതുപോലെ ഇരുന്ന് എഴുതണ്ട. ഇതാണ് നമ്പർ 1, 2, 4. അതായത് 124 നമ്പർ. 124 ആരാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 124 ആരാണെന്ന് നോക്കാം. പേര് ഇല്ല, ഫോൺ നമ്പറിൻ്റെ ലാസ്റ്റത്തെ അക്കം പറയാം. ആദ്യത്തെ അയക്കാം, ലാസ്റ്റത്തെ 6 അക്കം പറയാം. അപ്പോൾ ഇതിൽ നമുക്ക് ഫോൺ നമ്പറിൻ്റെ ലാസ്റ്റത്തെ 6 അക്കം ഞാൻ പറയാം. കാരണം ഞാൻ ഇത്ര എണ്ണത്തിന് മാത്രമേ പേരെഴുതിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ ആർക്കും പേരെഴുതിയിട്ടില്ല. ഇതിലൊന്നും പേരെഴുതിയിട്ടില്ല. അപ്പോൾ 124ൻ്റെ ഫോൺ നമ്പറിൻ്റെ 2 അക്കം വിട്ടിട്ട് ബാക്കി പറയാം. 2 അല്ല 4 അക്കം വിട്ടിട്ട് ബാക്കി പറയാം. അതാ 2 അക്കം വിട്ടിട്ട് രാത്രി പറയണമെന്ന് ഒരു കാര്യം ചെയ്യാം. 3 അക്കം വിട്ടിട്ട് ബാക്കി പറയാം. ഫുൾ നമ്പർ നമ്മളിതിൽ പറയുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാവും. 92900703. അതായത് 92 90 703 ആണ് 124ാമത്തെ ആളുടെ നമ്പർ. അപ്പോൾ അതിന് മുമ്പ് 3 അക്കം ഉണ്ട്. അത് വിട്ടിട്ടാണ് ഞാൻ പറയുന്നത്. 92 90 703. അപ്പോൾ ഈ നമ്പറിൽ ആരാണോ എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തന്ന ആ ആളാണ് വിജയി. അപ്പോൾ ആ ആൾ ആരാണെന്ന് ഞാൻ ആദ്യം എൻ്റെ ഫോണിൽ നോക്കിയിട്ട് പറയാം. അപ്പോൾ ആ ആൾ ആരായാലും ആളിന് കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ ആരാണെന്ന് ഞാൻ നോക്കാം. നമുക്ക് വേറൊരു ഫോണും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ലൈവായിട്ട് അവരെ വിളിച്ച് സംസാരിക്കായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ ഈ ഫോണേ ഉള്ളൂ. വേറൊരു ഫോണുണ്ട്, അത് എൻ്റെ പാസ്വേഡ് ഞാൻ മറന്ന് അത് ലോക്കായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അത് ആരാണെന്ന് നോക്കിയിട്ട് ഞാൻ പറയാം. ഞാൻ ഇത് ആരാണെന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരിയുടെ പേര്, ഇതിൻ്റെ വിന്നറുടെ പേര് സ്മിത എന്നാണ്. സ്മിത ട്രിവാൻഡ്രം ആണ് 124ാമത്തത്. അപ്പോൾ പുള്ളിക്കാരയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ സ്മിത വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ അഡ്രസ്സ് അയച്ചു തരിക. പിന്നെ കൊറിയർ ചാർജ് എത്രയാണെന്ന് ഞാൻ പറയാം. സ്മിത എനിക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി ഈ വീഡിയോ കണ്ടതിന് ശേഷം. അപ്പോൾ സ്മിതയ്ക്ക് കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ ബാക്കി 134 പേരിൽ 4 പേരും വിഷമിക്കേണ്ട. ഇനി നമുക്ക് ഇതുപോലെയൊക്കെയുള്ള സംഭവങ്ങൾ വരുമ്പോഴത്തേക്ക് ഞറക്കെടുക്കുമ്പോഴത്തേക്ക് നമ്മൾ നിങ്ങളെയും കൂടെ ചേർത്ത് പരിഗണിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള കിറ്റുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ സ്മിത എന്നെ കോൺടാക്റ്റ് ചെയ്യുക. സ്മിതയുടെ അഡ്രസ്സ് അയച്ചു തരിക, അതുപോലെ കൊറിയർ ചാർജ് അയച്ചു തരിക. അപ്പോൾ കിട്ടാത്തവർ വിഷമിക്കേണ്ട, ഇനിയും അവസരങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.